ഹായ് ഓൾ, വെൽക്കം ടു PSC മെന്റർ. ഇന്ന് നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമനങ്ങൾ, കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ളതും സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമനങ്ങൾ പഠിക്കാൻ പോവാണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകും. നമ്മൾ ഈ ക്ലാസ്സിൽ PYQസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന അപ്കമിങ് എക്സാമുകളിൽ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇനി ഒരു കാര്യം കൂടി, നമ്മൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേരിയസ് യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടി ഫോഴ്സ് എന്നൊരു ബാച്ച് സ്റ്റാർട്ട് ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂണിഫോം പോസ്റ്റുകളോട് താല്പര്യമുണ്ട്, എന്നാൽ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എന്തായാലും KS മെന്റർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബാച്ചാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമ്മൾ 10th 12th കോമൺ ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള പഠനങ്ങൾ എന്തായാലും നമുക്ക് KS മെന്ററിന്റെ കൂടെ ആകാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോയിന്റ്മെന്റുകൾ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യയിൽ നിന്ന് ഞാൻ ആദ്യമേ എഴുതിയേക്കുന്നത് എന്താണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ളതാണ് ആദ്യമേ എഴുതിയേക്കുന്നത്. എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയിക്കോളൂ. അത് രാജീവ് കുമാറാണ്. എന്താണ് പേര്? രാജീവ് കുമാർ. ഒരു കേരളത്തിലേക്കുള്ള പേരുകളാണ്, അപ്പൊ പേരാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഓർത്തു വെക്കാം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. ഇനി അടുത്തത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയുന്നത് കൂടെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ് എന്ന് അറിയണം. അപ്പോൾ അത് 2 പേരുണ്ട്. ആരൊക്കെയാണ്? ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും. എന്താണ് പേര്? ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും. അപ്പൊ ഇത് രണ്ടും ഓക്കെയല്ലേ? നമ്മൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് പറഞ്ഞു, രാജീവ് കുമാർ. അതിന്റെ കൂടെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ 3 പേരുകളും നിങ്ങൾക്ക് ഓർത്തിരിക്കുക തന്നെ വേണം. ഒന്ന് രാജീവ് കുമാർ ആണ്. ഇനി കമ്മീഷണർമാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരാന്ന് ചോദിച്ചാൽ ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും. ഇനി PYQ എപ്പോഴും ചോദിച്ചു കാണുന്ന, ഞാൻ ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് പറഞ്ഞു പോകാൻ പോകുന്നത്. ആരാണ്? ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ. ആരാണ് ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ, അല്ലെങ്കിൽ 16ാമത് ധനകാര്യ കമ്മീഷൻ ലീഡ് ചെയ്യുന്നത് ആരാണ്? PYQ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആരാണത്? അരവിന്ദ് പനഗ്രിയ. എന്താണ് പേര്? അരവിന്ദ് പനഗ്രിയ ആണ്. ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദ്യം ചോദിക്കാം, അരവിന്ദ് പനഗ്രിയ എന്ന വ്യക്തി എത്രാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷനെ ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം എന്താണ് മക്കളെ? 16ാമത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പം ഈ 3 പേരുകൾ, അപ്പം ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് പറഞ്ഞു. ആരൊക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ? മുഖ്യനെയും പറഞ്ഞു, തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഇനി എപ്പോഴും ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ് ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അരവിന്ദ് പനഗ്രിയ. അടുത്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ് പറയാനുള്ളത്. ആരെ കുറിച്ചാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? സഞ്ജയ് മൂർത്തി. ഈ ഇടയ്ക്ക് നവംബർ ലാസ്റ്റ് ആയിട്ടാണ് ഈ പേര് മാറുന്നത്. അപ്പൊ ഇതിനു മുന്നേ നിങ്ങൾ ഏതെങ്കിലും വീഡിയോയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വേറൊരു പേരായിരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. പക്ഷെ സഞ്ജയ് മൂർത്തി എന്നുള്ളതാണ് ഇനിയുള്ള ക്വസ്റ്റ്യനുകളുടെ ഉത്തരം. ആരാണ് ആ ചാർജ് എടുത്തേക്കുന്നത്? സഞ്ജയ് മൂർത്തി. അത് കഴിഞ്ഞ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാ? നമ്മുടെ ഇന്ത്യയുടെ വക്കീൽ അല്ലെ? ആരാണത്? R വെങ്കിട്ടരമണിയാണ്. R വെങ്കിട്ടരമണി. അത് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മെഹ്ത്ത. എന്ന് വെച്ചാൽ അറ്റോർണി ജനറലിന്റെ താഴെ ആയിട്ടുള്ള പൊസിഷനാണ്. അഡ്വക്കേറ്റ് തന്നെയാണ്, ഇന്ത്യക്ക് വേണ്ടിയുള്ള ആളാണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മെഹ്ത്ത. അപ്പൊ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇദ്ദേഹമാണ് സഞ്ജയ് മൂർത്തി. അപ്പൊ അദ്ദേഹം മാറിയ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ധനകാര്യ കമ്മീഷൻ മറന്നുപോയില്ലല്ലോ, ആദ്യത്തെ സ്ലൈഡിൽ തന്നെ പറഞ്ഞതാണ്. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ട ഇത് ആരാണ് എന്നുള്ളതാണ്. വീരാലാചാര്യ, ജഗദീഷ് ഭഗവതി, അരവിന്ദ് പനഗ്രിയ, അമിത് മിത്ര. ആരാണ്? അരവിന്ദ് പനഗ്രിയ. കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചു കണ്ടതാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 16ാം ധനകാര്യ കമ്മീഷൻ എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം 16 ആണോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതാണ് റൺ ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. 16. അടുത്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആരാണ് ലീഡ് ചെയ്യുന്നത്? നമുക്ക് PSC ഉണ്ടെങ്കിൽ കേന്ദ്രത്തിൽ IAS, IPS, IFS ഈ മോഹങ്ങളൊക്കെ ഉള്ളവരാണോ?
എന്നാൽ UPSC ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ലീഡ് ചെയ്യുന്നത് ആരാണ്? ശ്രീമതി പ്രീതി സുധാനാണ്. ആരാണ്? പ്രീതി സുധാൻ. അടുത്തത് ദേശീയ പട്ടികജാതി കമ്മീഷൻ. ദേശീയ പട്ടികജാതി കമ്മീഷനാണ് ശ്രീ കിഷോർ മഖ്വാനയാണ്. ആരാണ്? കിഷോർ മഖ്വാന. ഇനി ദേശീയ പട്ടിക വർഗ കമ്മീഷൻ എടുക്കുകയാണെങ്കിലോ അന്തർ സിംഗ് ആര്യ. അത് കഴിഞ്ഞ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരമായി വരുന്നത് ശ്രീ ഹൻസ്രാജ് ഗംഗാറാം അഹിറാണ്. ശ്രീ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. പേരുകൾ കുറച്ച് ടഫായിട്ടുണ്ടാവും, പക്ഷെ എഴുതി വെച്ച് എല്ലാ ദിവസവും 5 മിനിറ്റ് ഒന്ന് വായിച്ചു പോയാൽ ഇത് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ എഴുതി വെക്കുക, എക്സാം ഒക്കെ വരുമ്പം തലേന്നൊന്ന് എടുത്ത് വായിച്ചാൽ മതി കേട്ടോ. അടുത്തത് ന്യൂനപക്ഷ ദേശീയ കമ്മീഷണർ ഇക്ബാൽ സിംഗ് ലാൽപുര. എന്താണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ഈ പേരുകളൊക്കെ കുറച്ച് കട്ടിയുണ്ട്, ഇതൊക്കെ ചോദിക്കോ? ഇല്ല, ഞാൻ പഠിക്കാതെ വെക്കോളാം. നോക്കിയേ, ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ചോദ്യം വന്നിട്ടുണ്ട്. ആരാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ ആരാണ്? നോക്കിയേ, ശ്രീ ഖൈനേഷ് കുമാർ തന്നിട്ടുണ്ട്. ഖൈനേഷ് കുമാർ ആരായിരുന്നു? ഇലക്ഷൻ കമ്മീഷണർ. ഓർമ്മണം. ശ്രീ ഹൻസിരാജ്, പിന്നെ ശ്രീ കിഷോർ മഖ്വാന, പിന്നെ ശ്രീ ശ്രേയ അറോറ. സി ആയിട്ടുള്ള ശ്രീ കിഷോർ മഖ്വാനയാണ്. അപ്പൊ അത് പഠിച്ചു തന്നെ പോകണം. ആരൊക്കെയാണ്? ദേശീയ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്കം, പിന്നെ അടുത്തത് ന്യൂനപക്ഷ ദേശീയ കമ്മീഷൻ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. അടുത്തത് നോക്കിയേ, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പത്രങ്ങളിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന 2 പേരുകളാണ്. ഒന്ന് നോക്കിയേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിജയ ഭാരതി സയാനി. ആരാണ്? വിജയ ഭാരതി സയാനി. അത് കഴിഞ്ഞിട്ടോ ദേശീയ വനിതാ കമ്മീഷൻ വിജയ കിഷോർ റഹ്താക്കർ. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കുമ്പോഴത്തേക്കും ആരാണ്? വിജയ ഭാരതി സയാനിയും. ദേശീയ വനിതാ കമ്മീഷൻ എടുക്കുമ്പോൾ വിജയ കിഷോർ റഹ്താക്കർ. അപ്പം രേഖാ ശർമ്മയൊക്കെ കാണും ഓപ്ഷനിൽ, കുത്തരുത്. രേഖാ ശർമ്മയല്ല. ദേശീയ വനിതാ കമ്മീഷൻ എടുക്കുമ്പോൾ ആരാണ് ഇനിയുള്ളത്? വിജയ കിഷോർ റഹ്താക്കറും. മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കുമ്പോൾ വിജയ ഭാരതി സയാനി തൽക്കാലത്തേക്കാണ് ഉള്ളത്. ഇപ്പം പലതായിട്ട് ആക്ടിംഗ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കുറച്ച് നാളത്തേക്കാണ്. അപ്പൊ ഇവരെ മാറ്റുന്നില്ലേ, പെർമനന്റ് ആയിട്ട് ആര് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ എപ്പോഴും കാണുന്ന ഒരു പേരാണ് വിജയ ഭാരതി സയാനി. ഇവര് 2 പേരുമാണ്. പിന്നെ വിജയ കിഷോർ റഹ്താക്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. നോക്കി, പിന്നെയും നിങ്ങളുടെ ഓർമ്മശക്തി പരീക്ഷിക്കാൻ വേണ്ടി ഒരു ചോദ്യം. എന്താണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ. ഞാൻ പറഞ്ഞിരുന്നു 4 എണ്ണം പഠിക്കണം എന്നുള്ളത്. ചോദിക്കൂ, ഇതൊക്കെ പഠിക്കാൻ പാടല്ലേ? ഇല്ല, റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അത് പഠിച്ചെടുക്കാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ശ്രീമതി സ്മൃതി സുബിൻ ഇറാനി ആണോ, ഇക്ബാൽ സിംഗ് ലാൽപുരയാണോ, സയ്യിദ് ഷഹസാദി ആണോ, അതോ A അബ്ദുൾ റഷീദ് ആണോ? എന്താണ് ഉത്തരമായി വരുന്നത്? B ആണ് ഉത്തരമായി വരുന്നത്. എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുര. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇടും. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ പഠിച്ച് ഇത് തന്നെയാണോ എന്നുള്ളതൊന്ന് ഓർത്തെടുക്കുക. അടുത്തത് നമുക്ക് ദേശീയ ഹരിത ട്രൈബ്യൂണൽ എടുക്കാം. അപ്പൊ ഹരിതം, പച്ച എന്ന് പറയുമ്പോൾ അവിടെ പ്രകാശം വേണം എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ്? പ്രകാശം വേണം എന്നുള്ളത് ഓർക്കുക. അപ്പം ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഹെഡ് ആയിട്ടുള്ളത് ജസ്റ്റിസ് പ്രകാശ് ശ്രീവസ്തയാണ്. അടുത്തത് വിജിലൻസ്. വിജിലൻസിലേക്ക് പ്രവീണിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്നല്ല ഓർത്തു വെക്കുക. അപ്പോൾ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആയിട്ട് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് വരുന്നത്. അപ്പൊ ഓക്കെ അല്ലേ? ദേശീയ ഹരിത എന്ന് പറയുമ്പോൾ പ്രകാശം വേണം. അപ്പൊ അതിനകത്ത് ഓപ്ഷനിൽ പ്രകാശം കണ്ടാ കുത്തിക്കോ. അടുത്തത് കേന്ദ്ര വിജിലൻസ്. വിജിലൻസിലേക്ക് പ്രവീണിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന് ആലോചിക്കുക. അപ്പൊ അപ്പോയിന്റ്മെന്റ് കിട്ടിയ സന്തോഷത്തിൽ എന്താണ് നമ്മളോട് വന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചു. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഇനി നമുക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷണറിനെ കുറിച്ച് അറിയാം. ഹീരാലാൽ സമരിയ ആണ്. എന്താണ്? ഹീരാലാൽ സമരിയ. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷണറിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ആരാണ്? പ്രിയങ്ക്. പ്രിയങ്ക് എന്ന് പറഞ്ഞ കുട്ടി എന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ബാലാവകാശം ആരാണ്? പ്രിയങ്ക് കനോഗോ. ആരാണ്? പ്രിയങ്ക് കനോഗോ. ഇനി നമുക്ക് ലോക്പാലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇത് ചോദ്യമായി വരും. AM ഖാൻ വിൽക്കർ. എന്താണ്? AM ഖാൻ വിൽക്കർ. ഈ പേരും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ചുപേരെ കുറിച്ച് പറഞ്ഞു. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, പിന്നെ വിജിലൻസ് കമ്മീഷണർ ആണ് പ്രവീൺ കുമാർ, പിന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ, പിന്നെ ബാലാവകാശ പറഞ്ഞപ്പോ ഒരു കുഞ്ഞിന്റെ കാര്യം ഓർക്കൂ എന്ന് പറഞ്ഞു. അപ്പം പ്രിയങ്ക് എന്ന് ഓർത്തു വെക്കുക. ലോക്പാൽ ആരാണ്?
AM ഖാൻവിൽക്കർ. AM ഖാൻവിൽക്കർ. ഇനി നമുക്ക് RBI കുറിച്ചും സെബിയെ കുറിച്ചും നബാർഡിനെ കുറിച്ചും ഒക്കെ അറിയണ്ടേ? അപ്പൊ അത് പഠിക്കാം. RBIയുടെ ഗവർണർ ആരാണെന്നുള്ളതാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ്. സെബിയുടെ ആണെങ്കിൽ മാധബി പൂരി ബുച്ച്. മാധബി പൂരി ബുച്ച്. നബാർഡ് എടുക്കുകയാണെങ്കിൽ ഷാജി KV. എന്താണ്? ഷാജി KV. ഇനി നിതി ആയോഗിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ആദ്യമേ ഒരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് നിതി ആയോഗിനെ കുറിച്ച് അറിയണം. നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണെന്നുള്ളതാണ് ആദ്യമേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ആരാണ് ചെയർമാൻ എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിതി ആയോഗ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി ആണ്. സുമൻ ബെറി. നിതി ആയോഗിന്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. പിന്നെ അത് രണ്ടും കഴിഞ്ഞു. നിതി ആയോഗ് കഴിഞ്ഞു. ഇനി ഞാൻ CBIയിലേക്ക് എടുത്തു. CBIയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ്. ആരാണ്? പ്രവീൺ സൂദ്. അപ്പൊ RBI കഴിഞ്ഞു, സെബി പറഞ്ഞു, നബാർഡ് പറഞ്ഞു, നിതി ആയോഗുമായി ബന്ധപ്പെട്ട 2 വ്യക്തികളുടെ പേര് പറഞ്ഞു. പിന്നെ ഞാൻ CBIയിലേക്ക് ചാടി. ആരാണിത്? പ്രവീൺ സൂദ്. അടുത്തത് ആരാണ്? ISRO ചെയർമാൻ S സോമനാഥ്. നമ്മൾ ചന്ദ്രയാൻ 3യുടെ കാര്യമൊക്കെ പറഞ്ഞപ്പം കുറെ തവണ പറഞ്ഞതാണ്. ഇദ്ദേഹത്തിന് തന്നെ ഒരു കറണ്ട് അഫയേഴ്സും കൂടി പറഞ്ഞു തരാം. 2024 കേരള പ്രഭ കിട്ടിയിട്ടുണ്ടെന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പം ISRO ചെയർമാൻ ആരാണ്? S സോമനാഥ്. ഇനി DRDO ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ V കാമത്ത്. ഇദ്ദേഹമാണ് ഡോക്ടർ സമീർ V കാമത്ത്. അപ്പൊ ISROയുമായി DRDOയുമായി. ഇനി നമുക്ക് കുറച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുറച്ചെന്നല്ല വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ്. നമ്മൾക്ക് എല്ലാവരുടെയും വായിൽ എപ്പോഴും നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ് എന്ന് ചോദിച്ചാൽ എപ്പോഴും DY ചന്ദ്രചൂഡ് എന്നുള്ളൊരു പേരായിരിക്കും വരിക. പക്ഷേ ഇപ്പോൾ 51ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് സഞ്ജീവ് ഖന്ന സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയിട്ടുണ്ട്. അദ്ദേഹം മെയ് വരെ ഉണ്ടാകും. അപ്പൊ ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം എന്താണ്? സഞ്ജീവ് ഖന്നയാണ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, കൂടെ പഠിച്ചു പോകണം. ഇനി കുറച്ച് സാംസ്കാരിക സ്ഥാപനങ്ങളും കൂടി പറയാം. സംഗീത നാടക അക്കാദമി ആണെങ്കിൽ ഇപ്പോൾ സന്ധ്യ പുരേച്ചയാണ്. സന്ധ്യ പുരേച്ച. ലളിതകലാ അക്കാദമി എടുക്കുകയാണെങ്കിൽ നാഗ്ദാസ് ആണ്. എന്താണ്? നാഗ്ദാസ്. സാഹിത്യ അക്കാദമി എടുക്കുകയാണെങ്കിൽ ഡോക്ടർ മാധവ് കൗശിക് ആണ്. മാധവ് കൗശിക്. ഇപ്പൊ കുറച്ച് പേരുകൾ ഞാൻ പറഞ്ഞു. എന്തായാലും ഈ സ്ലൈഡുകളൊന്നും മറന്നു പോകരുത്. RBI, പിന്നെ DRDO, ISRO, നബാർഡ് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളും ആദ്യമേ പറഞ്ഞ ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളുടെ കാര്യവും മറക്കരുത്. ഇനി നമുക്ക് കേരളത്തിനെ കുറിച്ച് പഠിച്ചു പോകാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അലക്സാണ്ടർ തോമസ് ആണ് ഉത്തരമായി വരുന്നത്. അലക്സാണ്ടർ തോമസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, PYQ എപ്പോഴും ചോദിക്കാറുണ്ട്. അടുത്തത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നുള്ളതാണ്. A ഷാജഹാൻ ആണ് ഉത്തരമായി വരുന്നത്. A ഷാജഹാൻ. അടുത്തത് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നുള്ളതാണ്. V ഹരി നായർ ആണ് ഇപ്പോൾ ആ ചുമതലയേറ്റിരിക്കുന്നത്. പിന്നെ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ A റഷീദ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? അലക്സാണ്ടർ തോമസ്. ബാക്കി ഷാജഹാനും V ഹരി നായറിനും A റഷീദിനെ കുറിച്ചുമൊക്കെ അറിഞ്ഞിരിക്കുക. ഇതേ നോക്കി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര് എന്നുള്ളതാണ്. അപ്പൊ ഇതിനു മുൻപേ അലക്സാണ്ടർ തോമസ്, അദ്ദേഹം വരുന്നതിന് മുന്നേ അല്ലെ, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ തന്നെയാണ്. എന്താണ് പേര്? അലക്സാണ്ടർ തോമസ്. അതാണ് മനസ്സിൽ കുറിക്കാൻ പറഞ്ഞത്. അതിനു മുന്നേ അരുൺ കുമാർ മിശ്രയായിരുന്നു. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര് എന്നുള്ളത്. അന്ന് ഇതിന്റെ ഉത്തരമായി വരുന്നത് അരുൺ കുമാർ മിശ്രയാണ്. അടുത്തത് നോക്കാം നമുക്ക്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നുള്ളതാണ്. KV മനോജ് കുമാർ. അപ്പം നമ്മുടെ നടനില്ലേ മനോജ് കുമാർ, അദ്ദേഹം ഒരു കുഞ്ഞിനെ കണ്ടു, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയാൽ മുമ്പേ ഉള്ളതും ഓർത്തു വെക്കുക. വനിതാ കമ്മീഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ്? P സതീദേവി. P സതീദേവിയാണ് അതിന്റെ ഉത്തരം. അടുത്തത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പുറത്ത് ഞാൻ അരവിന്ദ് പനാഗ്രിയെ പറഞ്ഞു. അതേപോലെ തന്നെ KN ഹരിലാൽ ആണ്.
KN ഹരിലാലാണ്. ഇത് 7ാമത്തതാണെന്നും കൂടി ഓർത്തു വെക്കുക. അവിടെ 16, ഇവിടെ 7. അപ്പൊ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്നുള്ളത് KN ഹരിലാൽ. ഇനി PSC, അവിടെ ഞാൻ UPSC പറഞ്ഞു. അപ്പൊ നമ്മുടെ PSC ആസ്പിറൻസ് അറിഞ്ഞിരിക്കണ്ടേ ആരാ PSCയുടെ ചെയർമാൻ എന്നുള്ളത്? ആരാണ്? MR ബൈജു. എന്താണ്? MR ബൈജു എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഈ സ്ലൈഡിലും ഞാൻ ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പേരുകൾ പറഞ്ഞു. സതി ദേവി ഇമ്പോർട്ടന്റ് ആണ്. N ഹരിലാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ചെയർമാൻ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ആരാണ്? MR ബൈജു. നോക്കിയേ, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ്? P കുഞ്ഞായിഷ, VR മഹിളാമണി, സതീദേവി, എലിസബത്ത് മാമൻ മത്തായി. ഉത്തരം എന്താണ്? P സതീദേവി എന്നുള്ളതാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോകാം. ലോകായുക്തയെ കുറിച്ച് നമ്മൾ ആദ്യമേ ലോക്പാൽ പറഞ്ഞു. ഇവിടെ ലോകായുക്തയുടെ കാര്യം പറയാണ്. N അനിൽകുമാർ ആണ് ലോകായുക്ത. ഉപലോകായുക്തകൾ ആരൊക്കെയാണ്? അല്ലെങ്കിൽ ഒറ്റൊരാളേ ഉള്ളൂ. ആരാണ്? ഹരുൺ ഉൽ റഷീദ് ആണ്. ഇനി വളരെ 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 ഇമ്പോർട്ടന്റ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആരാണ് കേരള ഹൈക്കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ്? ആരാണ്? നിധിൻ മധൂക്കർ ജാംദർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇനി നമുക്ക് നമ്മുടെ അഡ്വക്കേറ്റ് ജനറലും കൂടി അറിയണം. മുൻപേ ഞാൻ അറ്റോർണി ജനറലിനെ കുറിച്ചും സോളിസിറ്റർ ജനറലിനെ കുറിച്ചും പറഞ്ഞു. ഇവിടെ നമ്മൾ അറിയിക്കേണ്ടത് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചാണ്. ആരാണ്? ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ഗോപാലകൃഷ്ണക്കുറുപ്പ് K എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം ലോകായുക്ത പറഞ്ഞു, ഉപലോകായുക്ത പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. എന്താണ്? നിധിൻ മധൂക്കർ ജാംധർ എന്നുള്ളത്. അടുത്തത് ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ആദ്യം തന്നെ മാർഗയാണ് ഇട്ടേക്കുന്നത്. മാർഗയുടെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂർ ആണ്. അടുത്തത് കേരള കലാമണ്ഡലം അറിഞ്ഞിരിക്കണം. നിലവിലെയും പഴയതും ഒക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആരാണ്? ഡോക്ടർ മല്ലിക സാരാഭായ് ആണ്. ഡോക്ടർ മല്ലിക സാരാഭായ്. ലളിതകലാ അക്കാദമിയുടെ ചെയർപേഴ്സൺ ആരാണ്? ശ്രീ മുരളി ചിറോത്ത് ആണ് കേട്ടോ. മുരളി ചിറോത്ത്. സംഗീത നാടക അക്കാദമി ചെയർമാൻ എടുക്കുകയാണെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഫോക്ലോർ അക്കാദമി എടുക്കുകയാണെങ്കിൽ OS ഉണ്ണികൃഷ്ണൻ. എന്താണ് പേര്? OS ഉണ്ണികൃഷ്ണൻ. കേരള സാഹിത്യ അക്കാദമി എടുക്കുകയാണെങ്കിൽ K സച്ചിദാനന്ദൻ. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പഠിക്കാനുള്ള കൾച്ചർ എന്ന ഭാഗത്ത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്കിൽ പോലും നിലവിലെ ആര് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നിലവിലെ അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ കറണ്ട് ആയിട്ടുള്ളവരെ എപ്പോഴും ചോദ്യങ്ങളിൽ വന്ന് കാണുന്നതാണ്. അപ്പോൾ മാർഗി പറഞ്ഞു കലാമണ്ഡലം, ലളിതകലാ അക്കാദമി, സംഗീത നാടക അക്കാദമി, കേരള ഫോക്ലോർ, കേരള സാഹിത്യ അക്കാദമി. അങ്ങനെ നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയുള്ള നിയമനങ്ങളും അവയുടെ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കിപ്പോയി. ഇതൊരു കുഞ്ഞു വീഡിയോ ആണെന്ന് ആദ്യമേ പറഞ്ഞില്ലേ. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഇതിനുള്ള ചോദ്യങ്ങൾ ഇനിയുള്ള അപ്കമിങ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയ കുറെ നിയമനങ്ങൾ പഠിച്ചു. ഇനിയും ഇങ്ങനെയുള്ള അപ്കമിങ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചോദിച്ച ചോദ്യം അതെന്തായാലും നിതി ആയോഗുമായി ബന്ധപ്പെട്ടാണ്. നിതി ആയോഗിന്റെ ചെയർമാനെ കുറിച്ചുള്ളത്. എന്തായാലും കമന്റ് ബോക്സിൽ ഉത്തരമിടുക. പഠിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സെർച്ച് ചെയ്ത് ബ്രൗസ് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ് ബോക്സിൽ ഞാൻ ചോദിച്ച നിതി ആയോഗുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരവും കമന്റ് ചെയ്യുക. അപ്പം എല്ലാവരെയും അടുത്തൊരു വീഡിയോയിൽ കാണാം. Till then we meet. Bye.